സിനിമയുടെ അതിരുകൾ ഭേദിച്ച് ആഗോളതലത്തിൽ സിനിമാ പ്രേമികളുടെയും നിരൂപകരുടെയും മനസ്സ് കീഴടക്കി വൻ കുതിപ്പ് തുടരുകയാണ് ചിദംബരം സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ബാലൻ ദി ബോയ്. ഇതിനോടകം തന്നെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായി ഈ ചിത്രം ഇടം പിടിച്ചു കഴിഞ്ഞു. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മാർഷേ ഡു ഫിലിമിൽ പ്രദർശിപ്പിച്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ നേടി ഈ ചിത്രം തിയേറ്ററുകളിലും തരംഗം സൃഷ്ടിക്കുകയാണ്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ റിലീസിന് ശേഷം അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ തെസ്പിയൻ ഫിലിംസിന്റെ സതീഷ് വൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അതീവ വൈകാരികമായ ഒരു കുറിപ്പാണ് സിനിമാ ലോകത്ത് ചർച്ചയാകുന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിനെ കുറിച്ചാണ് സതീഷ് വൻ ഈ കുറിപ്പിലൂടെ തുറന്നു പറയുന്നത്. ചിത്രം റിലീസ് ചെയ്ത 10ാം ദിവസമായ 2026 ജൂൺ 28-നാണ് അദ്ദേഹം ബാലൻ തിയേറ്ററിൽ കാണുന്നത്. മുംബൈയിലെ അന്ധേരി സിറ്റി മാളിലെ ഉച്ച കഴിഞ്ഞുള്ള 12 മണിയുടെ ഷോയ്ക്കാണ് അദ്ദേഹം എത്തിയത്. കൃത്യം 20 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2026 മുംബൈ എത്തിയതിനു ശേഷം താൻ ആദ്യമായ ഒരു സിനിമ കണ്ടതും ഇതേ മാളിലെ സ്ക്രീനിലായിരുന്നുവെന്ന് സതീഷ് ഓർക്കുന്നു. അന്ന് അവിടെ ഇരുന്ന് ഷാരൂഖ് ഖാന്റെ ചിത്രം കാണുമ്പോൾ ഭാവിയിൽ തനിക്കൊരു സ്വന്തം നിർമ്മാണ കമ്പനി ഉണ്ടാക്കണമെന്നും താൻ നിർമ്മിച്ച ചിത്രം ഇതേ ബിഗ് സ്ക്രീനിൽ നിറഞ്ഞ ഹൃദയത്തോടെ കാണണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ സ്വപ്നമാണ് നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം തെസ്പിയൻ ഫിലിംസ് എന്ന പേര് ആ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ യാഥാർത്ഥ്യമായത്. ആ ബിഗ് സ്ക്രീനിൽ തന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് കണ്ടപ്പോൾ ഉണ്ടായ യാത്രയെ നിർവചിക്കാൻ തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്നും താൻ ശരിക്കും ഒരു മായാലോകത്തെന്ന പോലെയാണ് ജീവിക്കുന്നതെന്നും സതീഷ് വൻ പറയുന്നു. ഈ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിന്ന KVN പ്രൊഡക്ഷൻസിന്റെ വെങ്കിട്ട് നാരായണ സാറിനോടും അദ്ദേഹം തന്റെ ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ സിനിമയോടുള്ള അഭിനിവേശത്തിൽ വിശ്വസിച്ച് ഒരു കൺപോള പോലും അടയ്ക്കാതെ മുന്നോട്ട് പോകാൻ ധൈര്യം നൽകി വെങ്കിട്ട് സാർ കൂടെയുണ്ടായിരുന്നു. ഒപ്പം 2024 തന്റെ ബിസി താല്പര്യങ്ങൾ മാറ്റിവെച്ച് താനൊരു നിർമ്മാതാവാകണമെന്ന കാര്യത്തിൽ ഉറച്ചു നിന്ന് തെസ്പിയൻ ഫിലിംസിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച അഫ്സർ സൈദിയുടെയും വാക്കുകളെയും സതീഷ് നന്ദിയോടെ ഓർത്തെടുക്കുന്നു. തെസ്പിയൻ ഫിലിംസിന്റെ ആദ്യ ചിത്രമായി സജ്ജീകരിച്ചത് മലയാളികളുടെ അഭിമാനവും തന്റെ പിതാവിന്റെ പ്രിയപ്പെട്ട സംവിധായകനുമായ പ്രിയദർശനോടൊപ്പമുള്ള ഹൈവാൻ എന്ന ചിത്രമായിരുന്നു. അതിനുശേഷമാണ് സംവിധായകൻ ചിദംബരം ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണമെന്ന പ്രൊപ്പോസലുമായി വരുന്നത്. തുടക്കത്തിൽ അത് വിശ്വസിക്കാൻ കഴിയാതെ നിങ്ങൾ ഗൗരവത്തോടെയാണോ ഇത് പറയുന്നത് എന്ന് സതീഷ് ചോദിച്ചപ്പോൾ ചിദംബരം അത് പൂർണ്ണ ഗൗരവത്തോടെ തന്നെയാണ് സമീപിച്ചത്. തുടർന്ന് പ്രശസ്ത സംവിധായകൻ ജിത്തു മാധവൻ രചിച്ച ബാലൻ എന്ന ചിത്രത്തിന്റെ കഥയുടെ ഒരു വരി ചിദംബരം സതീഷിനോട് വിവരിച്ചു. ഒരമ്മയുടെയും മകന്റെയും കഥയാണ് ബാലൻ പറയുന്നത്. ജയിലിൽ ജനിച്ച ഒരു മകൻ ഒരു പുതിയ വ്യക്തിത്വം തേടി അമ്മയോടൊപ്പം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പുറം ലോകത്ത് കാണുന്നതെല്ലാം പുതിയ അനുഭവങ്ങളാണ്. കഥയുടെ ഈ ഒരു വരി മാത്രമാണ് സതീഷിന് അറിയാമായിരുന്നത്. എന്നിട്ട് ജൂൺ 28-ന് സിനിമ പൂർണ്ണമായി കാണുന്നതുവരെ ചിദംബരം എന്ന സംവിധായകനിലുള്ള പൂർണ്ണ വിശ്വാസം മൂലമാണ് താൻ ഈ ചിത്രത്തിൽ വിക്ഷേപം നടത്തിയതെന്നാണ് സതീഷ് പറയുന്നത്. ചിദംബരം ഈ സിനിമയോട് പൂർണ്ണ നീതി പുലർത്തുമെന്നും തനിക്ക് ഉറപ്പായിരുന്നുവെന്നും തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ ലഭിച്ച സംതൃപ്തിയാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു ഏറ്റവും ശുദ്ധമായ സിനിമയാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചത്. ഒരമ്മയുടെയും മകന്റെയും അതിജീവനത്തിന്റെയും സ്വത്തന്വേഷണത്തിന്റെയും കഥ പറയുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിലെ വൻ താരനിരയാണ് അണിനിരന്നിരിക്കുന്നത്. ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ, മുഹമ്മദ് സിനാൻ, ടൊവിനോ തോമസ്, ഡോളി ജൂൺ, ജീൻ പോൾ ലാൽ, ഗിരീഷ് AD, ബീന ആന്റണി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ തലത്തിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. ബാലൻ ദി ബോയ് എന്ന ചിത്രത്തിന്റെ സാങ്കേതിക വശം സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ്. മലയാള സിനിമയിലെ മുൻനിര ക്യാമറാമാൻമാരിൽ ഒരാളായ ഷൈജു ഖാലിദിന്റെ മനോഹരമായ ഛായാഗ്രഹണവും തെന്നിന്ത്യൻ സിനിമയിൽ തരംഗമായി മാറിയ സുഷിൻ ശ്യാമിന്റെ ഹൃദയസ്പർശിയായ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ദൃശ്യശ്രവ്യ കരുത്താണ് പകരുന്നത്. സിനിമയുടെ വൈകാരികമായ അന്തരീക്ഷത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഇവരുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ്. ചിത്രത്തിന്റെ കഥാഖ്യാനത്തിന് കൂടുതൽ വേഗതയും ഭംഗിയും നൽകുന്നത് വിവേക് ഹർഷന്റെ മികച്ച എഡിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ സിനിമയിലെ അന്തരീക്ഷം യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരുക്കിയത് അജയൻ ചാലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഡിസൈനാണ്.
ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറായും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും ഗണപതി തിളങ്ങിയപ്പോൾ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന രീതിയിലുള്ള മേക്കപ്പും വസ്ത്രാലങ്കാരവും നിർവഹിച്ചത് യഥാക്രമം റോണക് സേവ്യറും സപ്ന കാജ റാവുത്തറുമാണ്. ശബ്ദവിന്യാസത്തിലൂടെ പ്രേക്ഷകരെ തിയേറ്ററിൽ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഓഡിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ഷിജിൻ മെൽവിൻ ഹട്ടനും അഭിഷേക് നായരും ചേർന്നാണ്. ഈ വൻ സാങ്കേതിക നിരക്കൊപ്പം തന്നെ സിനിമയുടെ നിർമ്മാണത്തിൽ വലിയ പിന്തുണയുമായി അസോസിയേറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയി സുപ്രീത്, ധവൽ ജട്ടാനിയ, പൂജ ഷാ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പ്രശസ്ത സംവിധായകൻ ജിത്തു മാധവന്റെ ശക്തമായ തിരക്കഥയിൽ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ചിദംബരം ദൃശ്യാവിഷ്കാരം നിർവഹിച്ച ഈ ചിത്രം KVN പ്രൊഡക്ഷൻസ്, തെസ്പിയൻ ഫിലിംസ് എന്നിവയുടെ ബാനറിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രശസ്ത നിർമ്മാതാക്കളായ വെങ്കട് കെ നാരായണൻ, സതീഷ് ഫെൻ, ശൈലജ ദേശായി ഫെൻ എന്നിവർ ചേർന്നാണ് ഈ വലിയ ക്യാൻവാസിലുള്ള ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു സാധാരണ സിനിമാ പ്രേമിയിൽ നിന്ന് തുടങ്ങി 20 വർഷങ്ങൾക്ക് ശേഷം താൻ ആഗ്രഹിച്ച അതേ തിയേറ്ററിൽ തന്റെ സ്വന്തം ചിത്രം പ്രദർശിപ്പിക്കുന്നത് കണ്ട് കണ്ണു നിറഞ്ഞ സതീഷ് ഫെന്നിന്റെ ജീവിതം ഏതൊരു സിനിമാ മോഹിക്കും വലിയൊരു പ്രചോദനമാണ്. സിനിമയോടുള്ള കടുത്ത പ്രണയവും മികച്ച അണിയറ പ്രവർത്തകരിലുള്ള വിശ്വാസവും ഉണ്ടെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാമെന്ന് ബാലൻ എന്ന ചിത്രത്തിലൂടെയും അതിന്റെ വിജയത്തിലൂടെയും തെസ്പിയൻ ഫിലിംസ് തെളിയിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വലിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.